ചേടാ ഗായത്രി ഫോൺ എടുക്കാതാണോ പോയത്? അതോ ഇനി മറന്നതാണോ? മറന്നതായിരിക്കും. എന്താ മമ്മി? ഗായത്രി ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നത്. അമ്മ അമ്പലത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ലല്ലോ മാമി. ഞങ്ങൾ ആരെങ്കിലും കൂടെ കാണത്തില്ലേ? അപ്പോഴൊന്നും അമ്മ ഫോൺ എടുക്കാറില്ല. ഇപ്പൊ ഒരു ആവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സേതുവേട്ടൻ അമ്പലത്തിലേക്ക് പോവാൻ പോവാ മമ്മി. ആ എന്നാ വേഗം പോയിട്ട് വാ മോനെ. ശരിയല്ലേ മായേ, സേതുവിന് ദൈവത്തിൽ പേടിയൊക്കെ ഉണ്ട് അല്ലേ? ആ പോയ രീതി മാറാൻ അധികം സമയമൊന്നും വേണ്ട മമ്മി. നല്ലൊരു കാരണം കിട്ടിയാൽ മതി, കാണുന്ന ബാറി കേറിക്കോളും. മാറി വന്ന ശീലങ്ങളെ ഇപ്പൊ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജയേഷേ, നിന്റെ മേൽ ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. ജയേഷ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരണം. അതിന് ജയേഷിന് ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഒരിക്കലും ഇല്ല, ചോദിച്ചോളൂ. ഇന്നലെ ബാനുവിനെ ജയേഷ് കണ്ടിരുന്നോ? ആ കണ്ടിരുന്നു. പക്ഷേ ഇന്നലെ ഭാവനേച്ചിയും ഈ ചേട്ടനും ചോദിച്ചപ്പോൾ കണ്ടില്ല എന്നാ പറഞ്ഞേ. അതെന്തിനായിരുന്നു അങ്ങനെ പറഞ്ഞത്? ഭാനു പറഞ്ഞിട്ടാ. മനസ്സിലായില്ല. കുറേ പ്രശ്നങ്ങൾക്ക് ശേഷമാണല്ലോ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം വീണ്ടും ഉറപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണുന്നത് ആരോടും തൽക്കാലം പറയണ്ടെന്ന് ഭാനു പറഞ്ഞു. അതുകൊണ്ടാ ഭാവനേച്ചിയോട് കള്ളം പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറഞ്ഞെന്തിനാ? ഇതുവരെ ഭാനുവിനെ കുറിച്ചൊരു വിവരവും കിട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ സത്യം പറയുന്നതല്ലേ നല്ലത്. സേതുവേട്ടന് എന്നെയാ സംശയം. ഇന്നലെ എത്രമാത്രം തല്ലിയെന്നറിയോ? സ്വന്തം പെങ്ങളെ കാണാതാവുമ്പോ നിന്നെ പോലുള്ളവരെ ചിലപ്പോ തല്ലിയെന്ന് വരും. ജയേഷേ, നീ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ സത്യാന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ നാളെ അത് മറച്ചാവരുത്. നിനക്കെന്നെ അറിയാലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്ന സന്തോഷത്തിലാ ഞാൻ. പിന്നെന്തിനെങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നേ? ഭാവന എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കും. എനിക്കവളെ വേണം. വെറുതെ ഇവനെ കൂടുതൽ വിശ്വസിക്കണ്ട. ചേട്ടാ ഞാൻ വേണ്ടേട്ടാ, ഇക്കാര്യത്തിൽ ഇപ്പൊ നമുക്ക് ഇവന് വിശ്വസിക്കാം. കാരണം ഭാനു ഇപ്പൊ കോടികളെ ആസ്തിയുള്ള പെൺകുട്ടിയാണല്ലോ. അപ്പൊ പിന്നെ ഒരിക്കലും അവളെ നഷ്ടപ്പെടുത്താൻ ബുദ്ധിയുള്ള ഒരുത്തിനും തയ്യാറാവില്ല. എന്തേട്ടാ? ശരി, പോക്കോ. ശരി. ഭരത്തെ, അവന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണമുണ്ട്. ഏട്ടൻ വാ, നമുക്ക് നോക്കാം. സേതുവിനെ ഇപ്പൊ അമ്പലത്തിലേക്കൊന്നും കാണുന്നില്ല. ദൈവത്തേക്ക് മറന്നോ? ഇല്ല തിരുമേനി, സമയം കിട്ടാത്തോണ്ടാ. ദൈവത്തിന് തൊഴാൻ സമയമില്ലാത്ത നിനക്ക് പിന്നെ എന്തിനാ സമയമുള്ളത്? സേതു കിട്ടുന്ന സമയം ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ. ഒരിക്കലും ദോഷം വരില്ല. ശരി തിരുമേനി. തിരുമേനി, അമ്മ ഇങ്ങോട്ടെങ്ങനെ വന്നായിരുന്നു? ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. ഗായത്രി വഴിപാടൊക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ പോയല്ലോ. വീട്ടിലെത്തിയില്ലെങ്കിൽ പിന്നെ എവിടെ പോവാനാ? അതറിയത്തില്ല. ചിലപ്പോഴൊക്കെ അമ്മ അമ്പലത്തിൽ തന്നെ കുറെ നേരം ഇരിക്കാറുണ്ടല്ലോ. ഞങ്ങളങ്ങനെ കരുതിയത്. ഇല്ല സേതു,
അപ്പൊ തന്നെ ഗായത്രി പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. ശരിയാണ്. ഇനി ചിലപ്പോ ഭാവനയെ കാണാൻ പോയതാണോ? അങ്ങനെ വരാൻ വഴിയില്ല. പോകുന്നെങ്കിൽ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്ക്. ചിലപ്പോ മകളെ ഒന്ന് കാണണമെന്ന് തോന്നിയാലോ. ശരി തിരുമേനി.